നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഭൂമി തരം മാറ്റുന്നതിലെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്ന് ഡാറ്റാ ബാങ്ക് നഞ്ച കൈവശ ഭൂമി ആക്ഷൻ കമ്മിറ്റി. ഉന്നത സർവകലാശാലകളെയും സാങ്കേതിക സ്ഥാപനങ്ങളെയും വർഗീയ അജണ്ട നടപ്പാക്കാനുള്ള കേന്ദ്രങ്ങളാക്കരുതെന്ന് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. മലബാർ വികസനത്തോട് പുറംതിരിഞ്ഞു നിന്ന ബജറ്റാണ് ഇടതുപക്ഷ സർക്കാർ അവതരിപ്പിച്ചതെന്ന് വെൽഫെയർ പാർട്ടി. ദയാപുരം വിദ്യാഭ്യാസ സാംസ്കാരിക കേന്ദ്രത്തിന്റെ ഷെയ്ഖ് അൻസാരി അവാർഡ് കോഴിക്കോട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിന്. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ഭൂമി തരം മാറ്റുന്നതിലെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്ന് ഡാറ്റാ ബാങ്ക് നഞ്ച കൈവശ ഭൂമി ആക്ഷൻ കമ്മിറ്റി. ഫറൂഖിൽ ആക്ഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച കൺവെൻഷൻ MVR ചെയർമാൻ CN വിജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഡാറ്റാ ബാങ്ക് നഞ്ച കൈവശ ഭൂമി ആക്ഷൻ കമ്മിറ്റി ഫറൂഖിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു. MVR ക്യാൻസർ സെന്റർ ചെയർമാൻ CN വിജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ആരാണ് ചെയ്യേണ്ടത്? ഈ വിഷയത്തിലൊക്കെ പ്രയാസപ്പെടുന്നത് ഡിപ്പാർട്ട്മെന്റുകളാണ്. എന്തിനാണ് ഇത്ര ഡിപ്പാർട്ട്മെന്റ്? ഇത് റവന്യൂ വകുപ്പിൽ മാത്രം ചെയ്യാവുന്നതാണ്. ഒരു സർവേ നടത്തിയാൽ ഏതൊക്കെ കൃഷിയിടമുണ്ട്, എത്ര കാലമായി കൃഷി അവിടെ നടക്കുന്നില്ല, കൃഷിയുണ്ടോ, ഉണ്ടെങ്കിൽ ആ സ്ഥാനത്ത് തിരിച്ച് ഇത് വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. ഫറോക്കിൽ എനിക്ക് തോന്നുന്നത് പണ്ട് മണ്ണെടുത്ത കുഴികൾ ഒഴിച്ച് ബാക്കി മുഴുവൻ വീടുകളാണ്, അല്ലെങ്കിൽ ചെറിയ ചെറിയ ചെറുകിട സ്ഥാപനങ്ങളാണ്. മുനിസിപ്പാലിറ്റിന്റെ പ്രതീതി കൂടി ഉണ്ട്. എന്തുകൊണ്ട് മുനിസിപ്പാലിറ്റി ഒന്നും ഇത് കൈകാര്യം ചെയ്യുന്നില്ല? ഇതിന്റെ ഗൗരവം രാഷ്ട്രീയമില്ലാത്ത എല്ലാ രാഷ്ട്രീയമുള്ള ആളുകളുടെ ഇതിന്റെ പ്രയാസമാണല്ലോ ഈ സദസ്. അത് മനസ്സിലാക്കേണ്ട ഭരണാധികാരികൾ അത് മനസ്സിലാക്കുക. വഴിയ മൂവ്മെന്റ് മാറും. അതാണ് സംഭവിക്കുന്നത്. ഇവിടെ മാത്രമല്ല, നിങ്ങൾ ഫറൂഖിലത്തെ മാത്രം വിഷയമല്ല, ഞാൻ കേരളത്തിലെ മൊത്തം പറഞ്ഞ കാര്യങ്ങളാണ്. ആക്ഷൻ കമ്മിറ്റി പ്രസിഡന്റ് പ്രകാശ് കറുത്തേടത്ത് അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ സെക്രട്ടറി കിളിയൻ കണ്ടി ഭരതൻ, കൗൺസിലർ KTA മജീദ്, അച്യുതൻ, ശശിധരൻ, KT ജനദാസ്, C സുധർമ്മൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഉന്നത സർവകലാശാലകളെയും സാങ്കേതിക സ്ഥാപനങ്ങളെയും വർഗീയ അജണ്ട നടപ്പാക്കാനുള്ള കേന്ദ്രങ്ങളാക്കരുതെന്ന് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. സർവകലാശാലകളിൽ ഫാഷിസം കടന്നുകൂടുകയാണെന്നും ബേപ്പൂരിൽ നടന്ന ജില്ലാ സമ്മേളനം ചൂണ്ടിക്കാട്ടി. കേന്ദ്ര സർവകലാശാലകളിലും NIT പോലുള്ള ദേശീയ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഹിന്ദു ഫാഷിസത്തിന്റെ കടന്നുകയറ്റം ശക്തിപ്പെടുന്നതായി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിക്കണമെന്നും ജില്ലാ സമ്മേളനത്തിൽ ആവശ്യമുയർന്നു. പക്ഷേ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഞാൻ കാണുന്നത് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെയാണ്. കാരണം ഇത് ഒരു ശാസ്ത്രകാരന്മാരുടെ കൂട്ടായ്മയല്ല, ബഹുജന കൂട്ടായ്മയാണ്. ശാസ്ത്രജ്ഞന്മാരും ബഹുഭാഷാ പണ്ഡിതന്മാരും സാമൂഹ്യ ശാസ്ത്രജ്ഞരും എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ശാസ്ത്ര അവബോധം വളർത്തുക എന്നുള്ള കടമ കൂടുതൽ പ്രാമുഖ്യം നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ബേപ്പൂർ ഫിഷറീസ് സ്കൂളിൽ നടന്ന ജില്ലാ സമ്മേളനത്തിൽ മിത്ത്, ശാസ്ത്രം, ചരിത്രം എന്ന വിഷയത്തിൽ മടപ്പള്ളി ഗവൺമെന്റ് കോളേജ് ചരിത്ര വിഭാഗം മേധാവി പ്രൊഫസർ AM ഷിനാസ് പ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് B മധു അധ്യക്ഷനായിരുന്നു. സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ PM ഗീത, K വിനോദ് കുമാർ, S യമുന, മുൻ സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ TP കുഞ്ഞിക്കണ്ണൻ, ജില്ലാ സെക്രട്ടറി PM വിനോദ് കുമാർ, ട്രഷറർ CM വിജയൻ, VK ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു.
പ്രദീപ് ഹുഡിനോയുടെ മാജിക് ഷോയും അരങ്ങേറി. പുതിയ ഭാരവാഹികളായി ബി മധു പ്രസിഡന്റ്, എ പി പ്രേമാനന്ദ്, ഇ ടി സുജാത വൈസ് പ്രസിഡന്റുമാർ, വി കെ ചന്ദ്രൻ സെക്രട്ടറി, പി ബിജു, ഹരീഷ് ഹർഷ ജോയിന്റ് സെക്രട്ടറിമാർ, സി സത്യനാഥൻ ട്രഷറർ എന്നിവരെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. മലബാർ വികസനത്തോട് പുറംതിരിഞ്ഞ് നിൽക്കുന്ന ബജറ്റാണ് ഇടതുപക്ഷ സർക്കാർ അവതരിപ്പിച്ച ബജറ്റെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന ട്രഷറർ സജീദ് ഖാലിദ. വെൽഫെയർ പാർട്ടി സംഘടിപ്പിച്ച ടേബിൾ ടോക്ക് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വെൽഫെയർ പാർട്ടിയുടെ ആഭിമുഖ്യത്തിൽ മലബാർ വികസനവും കേരള ബജറ്റും എന്ന ടേബിൾ ടോക്ക് സംഘടിപ്പിച്ചു. പാർട്ടി സംസ്ഥാന ട്രഷറർ സജീദ് ഖാലിദ് ഉദ്ഘാടനം ചെയ്തു. വികസനത്തിൽ സന്തുലിതത്വം കൊണ്ടുവരാൻ ബജറ്റിൽ സാധിച്ചിട്ടില്ലെന്നും വിദ്യാഭ്യാസം, വ്യവസായം, ഗതാഗതം, ആരോഗ്യം എന്നീ അടിസ്ഥാന സൗകര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിൽ മലബാറിന്റെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള ഒരു നിർദ്ദേശങ്ങളും ബജറ്റിലില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മലബാറിന്റെ വികസന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പ്രത്യേക പാക്കേജ് കൊണ്ടുവരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. KSRTC സംസ്ഥാന ഉപദേശക സമിതി അംഗം സദറുദ്ദീൻ പുല്ലാളൂർ, സുബൈർ കൊളക്കാടൻ, മനാഫ് കാപ്പാട്, ലത്തീഫ് PH, താഹിർ മോക്കണ്ടി, ഹബീബ് CP, TK മാധവൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇവിടുത്തെ സ്റ്റാറ്റസ് എല്ലാവർക്കും അറിയാം. അത് അക്നോളജ് ചെയ്യുന്നതാണ് നമ്മുടെ UDF-ന്റെയും LDF-ന്റെയും പ്രവർത്തന പത്രികകൾ, പ്രകടന പത്രികകൾ കഴിഞ്ഞ ഇലക്ഷൻ ഉണ്ടായിരുന്നത്. അപ്പൊ ഈ പ്രശ്നം ഉണ്ട് എന്നുള്ളതും ഈ പ്രശ്നത്തിനെ മറികടക്കേണ്ടതുണ്ട് എന്നുള്ളതും ആദ്യം നമുക്ക് എല്ലാവർക്കും ഒരേ അഭിപ്രായം ഉണ്ടാക്കിയെടുക്കുക, എന്നിട്ട് എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്യുക എന്നൊരു സിസ്റ്റം ഉണ്ടാക്കുകയും മലബാറിലെ ജനപ്രതിനിധികൾ നിർബന്ധമായും എല്ലാവരും തിരുവനന്തപുരത്ത് ഇതേപോലെ ഇരിക്കണം, പ്ലക്കാർഡ് പിടിച്ചിട്ടിരിക്കണം. വെൽഫെയർ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം KK അഷറഫ് മോഡറേറ്ററായിരുന്നു. ജില്ലാ ജനറൽ സെക്രട്ടറി മുസ്തഫ പാലാഴി, വെൽഫെയർ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം EC ആയിഷ എന്നിവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് കേരള സംഘടിപ്പിക്കുന്ന ഹിന്ദുത്വ വംശീയക്കെതിരെ ബഹുജന റാലിയും സാഹോദര്യ സമ്മേളനവും ഫെബ്രുവരി 14 നടക്കും. കോഴിക്കോട് ബീച്ച് മറൈൻ ഗ്രൗണ്ടിൽ നടക്കുന്ന സമ്മേളനത്തിൽ ഗ്യാൻവാബി മസ്ജിദ് ഇമാം അബ്ദുൾ ബാത്തിദ് ന്യൂ അമാനി മുഖ്യാതിഥിയാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു പള്ളി തകർത്ത ഭൂമിയിലാണ് ക്ഷേത്രം പണിയുന്നത്. ഏറ്റവും ഒടുവിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഗ്യാൻവാബി മസ്ജിദിൽ പൂജക്ക് അനുമതി നൽകൽ, അതുപോലെ ഉത്തരാഖണ്ഡിൽ UCC നിർബന്ധിതമായി അടിച്ചേൽപ്പിക്കൽ, കഴിഞ്ഞ സന്ദർഭങ്ങളിൽ വലിയ പ്രക്ഷോഭങ്ങൾ വഴി നിർത്തിവച്ചിരുന്ന NRC CAA ഇലക്ഷന് മുമ്പ് നടപ്പിലാക്കും എന്ന പ്രഖ്യാപനം, ഇങ്ങനെ ഹിന്ദുത്വ രാഷ്ട്രീയം അതിന്റെ ഒരു വംശീയമായ ഉള്ളടക്കം കൂടുതൽ തെളിമയോടുകൂടി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിനെതിരെ ശക്തമായ പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ഉയർന്നു വരേണ്ടതുണ്ട്. ഈ വരുന്ന 14-ാം തീയതി ജമാഅത്തെ ഇസ്ലാമി കേരള ഘടകം ഹിന്ദുത്വ വംശീയതക്കെതിരെ ഗ്യാൻവാബി മസ്ജിദ് ഇമാം അബ്ദുൾ ബാത്തിദ് നോമാനി മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന പരിപാടി ജമാഅത്തെ ഇസ്ലാമി അഖിലേന്ത്യാ അമീർ സയ്യിദ് സായത്തുള്ള ഹുസൈനി ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കോഴിക്കോടിന്റെ വലിയ ആഘോഷങ്ങൾക്കായി റിതം ഈവന്റ് ഗലേറിയ ആപ്രോൺ ഫെസിലിറ്റിയോട് കൂടിയ കോഴിക്കോട്ടെ ഏറ്റവും വലിയ മെയിൻ സ്റ്റേജ്, 1000-ലധികം സീറ്റിംഗ് കപ്പാസിറ്റി, പുഷ് ബാക്ക് സീറ്റ്സ്, ഇരുവശങ്ങളിലും LED വാളുകൾ, ക്ലൈമറ്റ് കൺട്രോൾ ACയും, ക്രിസ്റ്റൽ ക്ലിയർ സറൗണ്ട് സൗണ്ടും, വധുവിനും വരനുമായി പ്രത്യേകം മേക്കപ്പ് റൂമുകൾ, സ്പേഷ്യസ് ലോബി, VIP ഹാൾ, 300-ലധികം ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഡൈനിങ് ഹാൾ, ഓപ്പൺ കിച്ചൺ, വാഷ്റൂം, സപ്പോർട്ടഡ് ക്ലീനിംഗ് സ്റ്റാഫ്, സെക്യൂരിറ്റി സർവീസസ്, വാലെ പാർക്കിംഗ്, ജനറേറ്റർ ബാക്കപ്പ്, വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി മറ്റ് ഫെസിലിറ്റികളും. റിതം ഈവന്റ് ഗലേറിയ, പുത്തൂർ മഠം, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. മാധ്യമപ്രവർത്തകർക്കും കുടുംബാംഗങ്ങൾക്കുമായി കാലിക്കറ്റ് പ്രസ് ക്ലബ്ബ് നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. പുത്തലത്ത് കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ സായുവുമായി ചേർന്നാണ് ക്യാമ്പ് നടത്തിയത്.
കാലിക്കറ്റ് പ്രസ് ക്ലബ്ബും വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ കൂട്ടായ്മയായ സായയും പുത്തലത്ത് കണ്ണാശുപത്രിയുമായി സഹകരിച്ച് മാധ്യമപ്രവർത്തകർക്കും കുടുംബാംഗങ്ങൾക്കുമായി നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. കാലിക്കറ്റ് പ്രസ് ക്ലബ്ബിൽ നടന്ന പരിപാടി KUWJ മുൻ സംസ്ഥാന പ്രസിഡന്റ് കമാൽ വരദൂർ ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾക്ക് കുറച്ച് അഹങ്കാരമുണ്ട്. കാരണം കോഴിക്കോട് പ്രസ് ക്ലബ്ബ് കേരളത്തിലെ ഏറ്റവും വലിയ പ്രസ് ക്ലബ്ബാണ്. ഏകദേശം 600ഓളം മെമ്പർമാർ വരുന്ന വലിയ ഒരു ഗ്രൂപ്പാണ്. അപ്പം നമ്മളിങ്ങനെ കുറേ ആരോഗ്യ ക്യാമ്പുകളും അതായത് ആളുകളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള മുൻകരുതൽ എന്ന രീതിയിൽ ശരിക്കും ആരോഗ്യപരമായിട്ട് നമ്മൾ എത്രമാത്രം ശക്തരാണോ എന്നുള്ളത്. ഒരു കണ്ണിന്റെ കാര്യം പുത്തലത്ത് ഹോസ്പിറ്റലൊക്കെ നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം. കോഴിക്കോട് ധാരാളം നേത്രാലയങ്ങളും എല്ലാവരും നന്നായിട്ട് പ്രവർത്തിക്കുന്നു. നമ്മളൊക്കെ ആയിട്ട് സഹകരിച്ച് കുറേ ക്യാമ്പുകൾ മുമ്പൊക്കെ നമ്മൾ നടത്തിയിട്ടുണ്ട്. നമ്മുടെ കണ്ണിനാണ് ഏറ്റവും അധികം ജോലിഭാരം. പൂർണ്ണ സമയത്ത് നമ്മൾ ഒന്നുകിൽ വാട്സപ്പായിട്ടോ സോഷ്യൽ മീഡിയ ഫോറങ്ങളിലായിട്ട് നമ്മളിങ്ങനെ കണ്ണിന് ജോലി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആരും ചിന്തിക്കുന്നില്ല കണ്ണിനെ കുറിച്ച് എന്താണ് നമ്മുടെ കണ്ണിന് സംഭവിക്കുന്നത്. കണ്ണ് പോയി കഴിഞ്ഞാൽ കണ്ണിന്റെ കരുത്തറിയോ എന്ന് പറഞ്ഞ് നമുക്കറിയില്ല നമ്മുടെ കണ്ണിന്റെ അവസ്ഥ. അപ്പോൾ എനിക്ക് തോന്നുന്നു സായ എന്ന് പറയുന്ന വളരെ മികച്ച ഒരു സംഘടന. കാലിക്കറ്റ് പ്രസ് ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് അസ്ലം അധ്യക്ഷനായിരുന്നു. സായ സെക്രട്ടറി ഹൃദയ സഞ്ജീവ്, പുത്തലത്ത് PRO KP അനുരഞ്ജ്, ഡോക്ടർ ജെൻസി, പ്രസ് ക്ലബ്ബ് ജോയിന്റ് സെക്രട്ടറിമാരായ MT വിധുരാജ്, T മുംതാസ് എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ദയാപുരം വിദ്യാഭ്യാസ സാംസ്കാരിക കേന്ദ്രം ഏർപ്പെടുത്തിയ ഷെയ്ഖ് അൻസാരി അവാർഡിന് കോഴിക്കോട്ടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിൻ അർഹരായി. 2 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ് മാർച്ച് മാസത്തിൽ കോഴിക്കോട്ട് നടക്കുന്ന ചടങ്ങിൽ സമ്മാനിക്കുമെന്ന് അവാർഡ് കമ്മിറ്റി അറിയിച്ചു. വളരെ ഒരു വോളണ്ടിയറിസത്തിലൂടെ സന്നദ്ധ പ്രവർത്തനത്തിലൂടെ എങ്ങനെയാണ് ഒരു കെയറിൻ്റെ ഒരു കേരള മോഡൽ ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് ഒരു രോഗി പരിചരണം ശ്രദ്ധ അർഹിക്കുന്നു, അവരുടെ ഒരു ചാരിറ്റി അല്ല അവരുടെ അർഹതയാണ് എന്ന് പറയുന്ന ഒരു ആശയത്തിൽ ഊന്നിക്കൊണ്ട് ഡോക്ടർമാരും അല്ലാത്ത ആളുകളും ഒരുമിച്ച് ചേർന്ന് ചെയ്തിട്ടുള്ള വളരെ സന്തോഷം ഉണ്ടാക്കുന്ന, വളരെ നമ്മുടെ മനസ്സ് നിറയ്ക്കുന്ന, നമ്മൾ ദയ വളർത്തുന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്തി വരുന്ന പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ഇങ്ങനെയാണ് മുതൽ തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിൻ എന്നും കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് അവർ ട്രെയിനിങ് ഔട്ട്റീച്ച് പ്രോഗ്രാം റിസർച്ചൊക്കെ നടത്തുന്നുണ്ട്. WHO ആയിട്ട് ചേർന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രവർത്തനം ഒരുപാട് ഇങ്ങനത്തെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് യൂണിറ്റുകൾ ഉണ്ടാക്കാൻ സഹായിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു പ്രചോദനം ഉണ്ടാക്കുക, ഒരു കെയറിൻ്റെ ഒരു കൾച്ചറും ഒരു സിസ്റ്റവും ഒരു ഉണ്ടാക്കുക എന്നുള്ളതിന് ഞങ്ങളതിനെ കൊണ്ടാടുന്ന ഒരു രീതി, ദയാപുരം കൂട്ടായ്മ കൊണ്ടാടുന്ന രീതിയാണ്. ഇതൊരു കമ്മിറ്റിയാണ് അവാർഡ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അതിൽ 5 പേര് മെമ്പേഴ്സ് ഉണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. MSS യൂത്ത് വിംഗ് ചക്കുംകടവ് നടത്തിയ ഫുട്ബോൾ മത്സരത്തിൽ സീനിയർ വിഭാഗത്തിൽ റിയൽ കിങ്സ് ജേതാക്കളായി. ജൂനിയർ വിഭാഗത്തിൽ ബ്ലാക്ക് റൈഡേഴ്സിനെ പരാജയപ്പെടുത്തി റിയൽ വേരിയസ് കിരീടം ചൂടി. പയ്യാനിക്കൽ ബസൂക്ക ഗ്രൗണ്ടിൽ നടന്ന ഫൈനലിൽ സീനിയർ വിഭാഗത്തിൽ ബ്ലാക്ക് ഈഗിൾസിനെയാണ് തോൽപ്പിച്ചത്. സ്കോർ 7-4. ജൂനിയർ തലത്തിൽ ബ്ലാക്ക് റൈഡേഴ്സിനെ റിയൽ വേരിയസ് പരാജയപ്പെടുത്തി. സ്കോർ 7-2. കളിയിലെ മികച്ച താരമായി സീനിയറിൽ അമനെയും ജൂനിയർ തലത്തിൽ സയ്യാനെയും തെരഞ്ഞെടുത്തു. വിൽദാൻ സീനിയർ വിഭാഗത്തിലും റാസിൽ ജൂനിയർ വിഭാഗത്തിലും മികച്ച ഗോൾ കീപ്പർമാരായി. വിജയികൾക്ക് മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവും റിട്ടയർഡ് DYSP-മായ PT മെഹബൂബ് എവർ റോളിംഗ് ട്രോഫി വിതരണം ചെയ്തു. MSS ജില്ലാ സെക്രട്ടറി T ഹർഷാദ് മുഖ്യാതിഥിയായിരുന്നു. സംസ്ഥാന നിർവാഹക സമിതി അംഗം CPM സയ്യിദ് മുഹമ്മദ് അധ്യക്ഷം വഹിച്ചു. ജില്ലാ യൂത്ത് വിംഗ് വൈസ് പ്രസിഡന്റ് E അഹറാസ് റാസി, SKV യാക്കൂബ്, K അബ്ദുള്ള മാസ്റ്റർ, P അഹമ്മദ് സക്കീർ എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. യൂത്ത് വിംഗ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി KP മിസ്ഹബ്, ചക്കുംകടവ് യൂത്ത് വിംഗ് പ്രസിഡന്റ് K റമീസ്, വ്യവസായി മൂസ അനൂപ്, KV മുഹമ്മദ് മസർ, യൂത്ത് വിംഗ് സെക്രട്ടറി KM മുഹമ്മദ് ജാസിൽ, D ആത്തിഫ് നൂർ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. രാമനാട്ടുകര LIC റെസിഡൻസ് അസോസിയേഷൻ വാർഷികം ആഘോഷിച്ചു.
ഫറോക്ക് പോലീസ് സബ് ഇൻസ്പെക്ടർ അനൂപ് ഉദ്ഘാടനം ചെയ്തു. ബോധവൽക്കരണ ക്ലാസും കലാപരിപാടികളും അരങ്ങേറി. രാമനാട്ടുകര LIC ഏരിയ റെസിഡൻസ് അസോസിയേഷന്റെ വാർഷികാഘോഷം ഫറോക്ക് പോലീസ് സബ് ഇൻസ്പെക്ടർ അനൂപ് ഉദ്ഘാടനം ചെയ്തു. ഈ ഭാഗത്തുനിന്ന് എനിക്ക് ഏറ്റവും അധികം സന്തോഷം നൽകുന്ന കാര്യം ഒരു തരത്തിലുള്ള ക്രൈം, അതായത് ഒഫൻസുകളൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം. അതിന്റെ ഒരു പ്രത്യേക കാര്യം പറയുകയാണെങ്കിൽ ഈ ഭാഗത്തേക്ക് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഈ ഒരു വർഷത്തിനിടയിൽ അനാവശ്യമായിട്ടൊരു കോള് കിട്ടിയിട്ടോ ഒരു പരാതി പരിഹരിക്കാനായിട്ടോ ഇവിടെ വരേണ്ട ഒരു ആവശ്യകത എനിക്ക് ഉണ്ടായിട്ടില്ല. ഈ റൂട്ടിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. വാസു കൊല്ലിയടത്ത് അധ്യക്ഷനായിരുന്നു. കൗൺസിലർ IK ഹഫ്സൽ, SI വിനയൻ, K മോഹനൻ, KC രവീന്ദ്രനാഥ്, P ബാലാറാം തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബ കൂട്ടായ്മയുടെ കാലിക പ്രസക്തി എന്ന വിഷയത്തിൽ ഡോക്ടർ PK ബാലകൃഷ്ണൻ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. തുടർന്ന് കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. വടകര കിഴക്കേടത്ത് ക്ഷേത്രത്തിലെ ഉത്സവം സമാപിച്ചു. 3 ദിവസങ്ങളിൽ തിറ, വെള്ളാട്ടുകളോടൊപ്പം പ്രത്യേക പൂജകളും നടന്നു. വരവും കനലാട്ടവും ഭക്തി നിർഭരമായി. തിറയാട്ടങ്ങൾക്ക് അനുഷ്ഠാന കലാകാരന്മാർ നേതൃത്വം നൽകി. കിഴക്കേടത്ത് ക്ഷേത്രത്തിലെ ഉത്സവത്തിൽ കുട്ടിച്ചാത്തൻ, ഗുളികൻ, ചാമുണ്ടി, ഭഗവതി, ഗുരു കാരണവർ, പോതി ഭഗവതി തുടങ്ങിയ മൂർത്തികളുടെ വെള്ളാട്ടം, തിറ എന്നിവ അരങ്ങേറി. ഉത്സവത്തോടനുബന്ധിച്ച് പള്ളിയുണർത്തൽ, നൂറുതളിക്കൽ, ഇളനീർ, തിരുവുടയാട, തിരുവായുധം, പന്തം, പൂക്കലശം തുടങ്ങിയ വരവുകൾ, മീത്ത്, കനലാട്ടം, താലപ്പൊലി, അന്നദാനം, അഴിമുറി തുടങ്ങിയവയും ഉണ്ടായിരുന്നു. വിശ്വൻ മുന്നൂറ്റൻ കുട്ടിച്ചാത്തൻ, അനീഷ് മുന്നൂറ്റൻ പോതി ഭഗവതി, ബിനേഷ് പണിക്കർ ഗുളികൻ, ഷജി പണിക്കർ വിഷ്ണുമൂർത്തി, ഉമേഷ് മുന്നൂറ്റൻ ഗുരു കാരണവർ, അനീഷ് അയിമ്പാടി മുന്നൂറ്റൻ ഭഗവതി എന്നിവർ കോലധാരികളായി. VK കുട്ടി മാസ്റ്റർ പ്രസിഡന്റും VM ചന്ദ്രൻ സെക്രട്ടറിയും K നിഖിൽ ഖജാഞ്ചിയുമായ ക്ഷേത്ര പരിപാലന കമ്മിറ്റിയാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. MK രാമചന്ദ്രനാണ് നിലവിലുള്ള ക്ഷേത്രം കാരണവർ. TM സരീഷാണ് ഇത്തവണ തണ്ടാന്റെ ചുമതലകൾ നിർവഹിച്ചത്. ന്യൂസ് ബ്യൂറോ, വടകര. നടുവട്ടം പിണ്ണാണത്ത് ശ്രീ ഭഗവതി കാവിലെ തിറ, താലപ്പൊലി മഹോത്സവം 2 ദിവസങ്ങളിലായി നടന്നു. പ്രത്യേക പൂജകൾ, തിറ, വെള്ളാട്ട് എന്നിവ അരങ്ങേറി. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു. പിണ്ണാണത്ത് കാവിലെ ഉത്സവത്തിന്റെ ആദ്യ ദിവസം ദീപാരാധന, നാഗപൂജ, കാവുണർത്തൽ, നട്ടത്തിറ തുടങ്ങിയവ നടന്നു. 2ാം ദിവസത്തെ ചടങ്ങുകൾ മഹാഗണപതി ഹോമത്തോടെ ആരംഭിച്ചു. കരുമകൻ കാവിൽ നിന്നും കലശമെഴുന്നള്ളിപ്പെത്തി. പ്രസാദ ഊട്ടും ഭക്തർക്കായി ഒരുക്കിയിരുന്നു. തുടർന്ന് കരുവൻ, കുലവൻ, ഗുരുദേവത, ശ്രീ കുറുമ്പി, നാഗകാളി, കുട്ടിച്ചാത്തൻ വെള്ളാട്ടുകൾ നടന്നു. വെള്ളരിവെപ്പ് ചടങ്ങിന് ശേഷം താലപ്പൊലിയും പിന്നീട് ഗുരുതിക്ക് ശേഷം വിവിധ തിറയാട്ടങ്ങളും അരങ്ങേറി. പ്രദേശത്തിന്റെ ആകെ ആഘോഷമാണ് പിണ്ണാണത്ത് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി ഉത്സവം. നിരവധി ഭക്തജനങ്ങളാണ് ഉത്സവത്തിൽ പങ്കെടുക്കാൻ ക്ഷേത്ര സന്നിധിയിൽ 2 ദിവസങ്ങളിലായി എത്തിച്ചേർന്നത്. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. വേങ്ങേരി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര മഹോത്സവം ആരംഭിച്ചു. 7 ദിവസങ്ങളിലാണ് ഉത്സവ പരിപാടികൾ. പൂജകളും മറ്റ് പ്രധാന ചടങ്ങുകളും ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ചാത്തനാട്ടില്ലത്ത് രാമചന്ദ്രൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് നടക്കുന്നത്. ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ഉത്സവം കൊടിയേറി. 20ാമത്തെ ഉത്സവമാണ് ഇത്തവണ വേങ്ങേരി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്നത്. 2ാമത്തെ ദിവസത്തെ പരിപാടികൾ ഗണപതി ഹോമത്തോടെ ആരംഭിച്ചു.
ചതുശുദ്ധി, ധാര, പഞ്ചഗവ്യം, പഞ്ചകം, കലശപൂജ, കൊടിയേറ്റം തുടങ്ങിയവയായിരുന്നു പ്രധാന ചടങ്ങുകൾ. ഉത്സവത്തിന്റെ ഭാഗമായി നടന്ന വിവിധ ആത്മീയ ആചാര്യന്മാരുടെ സംഗമം ശ്രദ്ധേയമായി. കരുവശ്ശേരി ശ്രീ വിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച വർണ്ണശബളമായ ആഘോഷവരവിൽ താലപ്പൊലിയും കലാരൂപങ്ങളും വാദ്യമേളങ്ങളും അണിനിരന്നു. നൃത്താർച്ചന, തിരുവാതിരക്കളി, ക്ലാസിക്കൽ നൃത്തം, നൃത്തശില്പം എന്നിവയും അരങ്ങേറി. പ്രദേശവാസികളുടെയും ഭക്തജനങ്ങളുടെയും നിറഞ്ഞ പങ്കാളിത്തത്തോടെയായിരുന്നു ഉത്സവ പരിപാടികൾ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭൂമി തരം മാറ്റുന്നതിലെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്ന് ഡാറ്റാ ബാങ്ക് നഞ്ച കൈവശ ഭൂമി ആക്ഷൻ കമ്മിറ്റി. ഉന്നത സർവകലാശാലകളെയും സാങ്കേതിക സ്ഥാപനങ്ങളെയും വർഗീയ അജണ്ട നടപ്പാക്കാനുള്ള കേന്ദ്രങ്ങളാക്കരുതെന്ന് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. മലബാർ വികസനത്തോട് പുറംതിരിഞ്ഞു നിന്ന ബജറ്റാണ് ഇടതുപക്ഷ സർക്കാർ അവതരിപ്പിച്ചതെന്ന് വെൽഫെയർ പാർട്ടി. ദയാപുരം വിദ്യാഭ്യാസ സാംസ്കാരിക കേന്ദ്രത്തിന്റെ ഷെയ്ഖ് അൻസാരി അവാർഡ് കോഴിക്കോട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിന്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.